എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഷോൾഡർലെസ് ടോപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഷിഫോൺ മെറ്റീരിയലാണ്. ഇത് 1.5 മീറ്ററാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമുക്ക് ഷോൾഡർലെസ് ടോപ്പിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിതിനെ 4ആയിട്ടൊന്ന് മടക്കിയിടാം. 4ആയിട്ട് മടക്കിയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ 2ആയി നീളത്തിൽ മടക്കിയതിന് ശേഷം വീതിയിൽ ഒരു 13 ഇഞ്ചസ് വരുന്ന രീതിയിൽ ഒരു സൈഡിൽ നിന്ന് അകത്തേക്കായിട്ട് മടക്കി വയ്ക്കാം. ഇതുപോലെ മടക്കി 13 ഇഞ്ചസ് വരുന്ന രീതിയിലാണ് ഞാൻ മടക്കി വയ്ക്കുന്നത്. ഒരു സൈഡിൽ നിന്നാണ് മടക്കേണ്ടത്. ഇതുപോലെ 13 ഇഞ്ചസ് മടക്കുക. ബാക്കി ഭാഗത്തു നിന്ന് വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ. അതുകൊണ്ട് നമ്മളൊരു സൈഡിലേ തുടങ്ങാവൂ, അല്ലെങ്കിൽ നമുക്ക് ഈ 1.5 മീറ്റർ തുണി കൊണ്ട് സ്ലീവ് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ സൈഡിൽ നിന്ന് നമുക്ക് ചെസ്റ്റ് വിട്ട് ഒരു 13 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ലെങ്ത്ത് വരുന്നത് 24 ഇഞ്ചസ് ആണ്. അപ്പോൾ 24 ഇഞ്ച് നമുക്കവിടെ മാർക്ക് ചെയ്യാം. അങ്ങനെ 24 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം രണ്ട് സൈഡിലും നമുക്കിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മുകളിൽ ആ മാർക്കുകൾ ഒന്ന് വരച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഈ വരയ്ക്കുന്നതൊന്നും ഈ തുണിയിലൊന്നും തെളിഞ്ഞ് കാണില്ല. അതുകൊണ്ടാണ് ഞാൻ ആ സ്കെയിൽ അവിടെ വെച്ചിരിക്കുന്നത്. ഇനി ആം ഹോളിൻ്റെ ഭാഗമാണിത്. അത് അവിടെ 2.5 2.5 ഇഞ്ചസ് മാർക്ക് ചെയ്യണം. അതിനുശേഷം ലെങ്ത്ത് ഒരു 7 ഇഞ്ചസ് മാർക്ക് ചെയ്യണം. അങ്ങനെ അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു ബോക്സ് പോലെ വരച്ച് ഒരു കർവായിട്ട് നമുക്കതിനെ വളച്ച് വരച്ചു കൊടുക്കണം. ഇവിടെയും 2.5 മാർക്ക് ചെയ്യാം. അതിനുശേഷം അവിടെ ഒന്ന് കൈക്കുഴിയൊക്കെ സാധാരണ വെട്ടുന്ന പോലെ തന്നെ ഒന്ന് പതുക്കെ വളച്ച് വരച്ചു കൊടുക്കാം. വളരെ സിമ്പിളാണ്. വേറെ അധികം കട്ടിങ്ങൊന്നും ഒന്നും ഇതിന് വരുന്നില്ല. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി വരയിലൂടെ. ഇത്രയും മാത്രമേ നമുക്ക് ബോഡി പീസിൽ കട്ടിങ് വരുന്നുള്ളൂ. നെക്ക് അങ്ങനെയൊന്നും ഇതിന് വേണ്ടിയിട്ട് കട്ടിങ് വരുന്നില്ല. ഇതുപോലെ നമ്മൾ കൈക്കുഴിയും അതുപോലെ മുകൾ ഭാഗത്തേക്കുള്ള ആ സ്ട്രെയിറ്റ് ലൈനും അതുപോലെ കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ബോഡി പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്ലീവ് കട്ടിംഗ് ആണ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് ബാക്കി വരുന്ന തുണി 4ആക്കി മടക്കിയതിന് ശേഷം സ്ലീവിൻ്റെ ലെങ്ത്ത് 24 ഇഞ്ചസും വിഡ്ത്ത് 9 ഇഞ്ചസും മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്ത ഭാഗം, ബോഡിയിൽ കട്ട് ചെയ്ത ആം ഹോളിൻ്റെ ഭാഗം ഇതുപോലെ വെച്ചതിന് ശേഷം അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ആം ഹോളിൻ്റെ ഭാഗത്തു നിന്നും കൈയുടെ അറ്റത്തേക്ക് ഒരു 1 ഇഞ്ച് ചരിച്ച് വരച്ചു കൊടുക്കാം. സ്ലോപ്പായിട്ട് വരച്ചു കൊടുക്കാം. അതിനെ ഇതുപോലെ സ്ലോപ്പായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ബോഡിയിലെ ആം ഹോളും സ്ലീവിലെ ആം ഹോളും ഇതുപോലെ ആയിരിക്കും തയ്ച്ച് കഴിയുമ്പോൾ വരുന്നത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഇലാസ്റ്റിക് വരുന്ന ഭാഗത്തേക്ക് മടക്കി തയ്ക്കാനുള്ള ഭാഗം അടയാളപ്പെടുത്താം. അതിന് ഒരു 1.25 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം പിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത സ്ലീവിൻ്റെയും ഇലാസ്റ്റിക് വരുന്ന ഭാഗത്തേക്ക് 1.25 തന്നെ മാർക്ക് ചെയ്ത് പിൻ ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് സ്ലീവിൻ്റെ ഇലാസ്റ്റിക്കിന് വേണ്ടി മടക്കി വെച്ച ഭാഗം തയ്ച്ചെടുക്കാം. 1.25 ആണ് നമ്മൾ മടക്കി വെച്ചിരിക്കുന്നത്, ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മടക്കിൻ്റെ സൈഡിൽ 1 സെൻറ്റിമീറ്ററോളം അകത്തേക്ക് നീക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം ഇലാസ്റ്റിക്കിൻ്റെ വീതിക്കനുസരിച്ച് തുണി അകത്തേക്ക് മടക്കി വെച്ച് തയ്ച്ചെടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ സ്ലീവും തയ്ച്ചെടുക്കണം. സെയിം ആയിട്ട് തന്നെ 1 സെൻറ്റിമീറ്റർ പുറത്ത് ഭാഗത്തും പിന്നെ ഇലാസ്റ്റിക്കിൻ്റെ വീതിക്കനുസരിച്ച് ബാക്കി ഭാഗവും മടക്കി അകത്തേക്ക് തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ തയ്ച്ചെടുക്കാം. ഇനി നമുക്കിതിൽ എലാസ്റ്റിക് കോർത്ത് കൊടുക്കാം. ഇതുപോലെ എലാസ്റ്റിക് കോർത്തതിന് ശേഷം നമ്മളുടെ കൈയുടെ വണ്ണത്തിനനുസരിച്ച് അത് നോക്കിയതിന് ശേഷം എലാസ്റ്റിക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ തന്നെ 2 സ്ലീവും ചെയ്തെടുക്കണം. അതിനുശേഷം എലാസ്റ്റിക്കിൻ്റെ ഭാഗം തുടങ്ങി ആം ഹോളിൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് സൈഡ് യോജിപ്പിച്ചെടുക്കാം. സ്ലീവ് തയ്ച്ച് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഇരിക്കുക. ഇവിടെ നമ്മൾ 2 സ്ലീവും എലാസ്റ്റിക് എല്ലാം ഇട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ബോഡി പാർട്ടാണ്. ഇനി നമുക്ക് ഈ ബോഡി പാർട്ടിൻ്റെ 2 സൈഡുകളും തമ്മിൽ തയ്ച്ചെടുക്കണം, യോജിപ്പിച്ച് തയ്ച്ചെടുക്കാം.
ഇപ്പോൾ നമ്മൾ ബോഡി പാർട്ടിൻ്റെ 2 സൈഡും തമ്മിൽ യോജിപ്പിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ബോഡി പാർട്ടിൻ്റെ ആം ഹോളിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് തുറന്ന് വയ്ക്കുക. അതിനുശേഷം സ്ലീവിലെ ആം ഹോളിൻ്റെ ഭാഗവും അതേപോലെ തന്നെ നല്ല ഭാഗത്തോട് ചേർത്ത് വയ്ക്കാം. സ്റ്റിച്ച് വരുന്ന ഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാം. ഇത് കൂട്ടി യോജിപ്പിച്ച് തയ്ച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ ഭാഗവും ഒരു പിന്നുകൊണ്ട് ഒന്ന് ഫിക്സ് ചെയ്ത് വയ്ക്കാം. സെയിം ആയിട്ട് തന്നെ മറ്റേ ഭാഗവും ഇതുപോലെ സ്ലീവും ആം ഹോളും തമ്മിൽ ചേർത്ത് വെച്ച് പിൻ ചെയ്തതിന് ശേഷം നമുക്കത് ജോയിൻ ചെയ്ത് തയ്ച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ സെയിമായിട്ട് 2 ഭാഗവും 2 ആം ഹോളും 2 സ്ലീവുകളും തമ്മിൽ യോജിപ്പിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തയ്ച്ചതിന് ശേഷം നിവർത്തി വെച്ചതിന് ശേഷം ഒരു 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് അതിനെ 2ആയിട്ട് ഉള്ളിലേക്ക് മടക്കി ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. 6 സെൻറ്റിമീറ്റർ വരുന്ന ഭാഗത്തേക്ക് മടക്കി വയ്ക്കുക. എന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗവും എല്ലാം ഇതുപോലെ ചുറ്റിനും എല്ലായിടത്തും ഇതുപോലെ പിൻ ചെയ്ത് ഫിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് 1 സെൻറ്റിമീറ്റർ അകത്തേക്ക് മാറ്റി അതിൻ്റെ മടക്കിൻ്റെ ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 സെൻറ്റിമീറ്റർ അകത്തേക്ക് നീക്കി ചുറ്റിനും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ള ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്യാം. അതിനുവേണ്ടി സൈഡ് ഉള്ളിലേക്ക് മടക്കി ചുറ്റിനും തയ്ച്ചെടുക്കാം. ഒരു 1 ഇഞ്ചോളം നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് തുറന്നിരിക്കണം. മുഴുവനും തയ്ച്ച് കൂട്ടിക്കളയരുത്. അതിലൂടെ ഒരു 28 ഇഞ്ചോളം ഇലാസ്റ്റിക്കാണ് ഞാൻ എടുക്കുന്നത്. അത് കട്ട് ചെയ്ത് നമുക്ക് അതിലൂടെ കോർത്തെടുക്കാം. ഇപ്പം ഞാനത് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി അത് തമ്മിൽ തയ്ച്ച് യോജിപ്പിക്കാം. ഇലാസ്റ്റിക്കുകൾ തമ്മിൽ തയ്ച്ച് കൂട്ടിയെടുക്കണം. അതിതുപോലെ മീതെ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കാം.
അതിനുശേഷം ആ ഹോളിൻ്റെ ഭാഗം അത് നമ്മൾ ഇലാസ്റ്റിക് എടുത്തില്ലേ ആ ഭാഗവും കൂടി ഒന്ന് തയ്ച്ച് ക്ലോസ് ചെയ്ത് കളയാം. ഇനി നമുക്ക് ടോപ്പിൻ്റെ താഴെ ഭാഗം മടക്കി അടിക്കാനുണ്ട്. അപ്പോൾ അത് മടക്കി തയ്ച്ചെടുക്കാം. ഒരു 1/2 ഇഞ്ച് വീതിയോളം താഴെ ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ടോപ്പിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞു, ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.